ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പോലീസ് വന്ന് പ്രമാണം പരിശോധിച്ചതിനു ശേഷം ഇതിൽ ചില കുഴപ്പങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഐശ്വര്യയെ കൂട്ടി പോവാ. ഐശ്വര്യ പോലീസ് പറയുന്നൊക്കെ കേട്ട് ആദ്യമൊന്ന് ഞെട്ടിപ്പോവാണേ. അങ്ങനെ ഐശ്വര്യ പോവാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും സുരഭി പറയും, എസ് അല്ലേ വിളിക്കുന്നത്, മോള് ചെല്ല്, ഞാൻ പുറകെ വരാം എന്ന് പറയുമ്പോഴും ഐശ്വര്യക്ക് പോവാൻ താല്പര്യമില്ല. അങ്ങനെ പോലീസ് പറയും, വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ഐശ്വര്യയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാ. എന്നാൽ അവിടെ ആർക്കും തന്നെ ഐശ്വര്യയെ ഇപ്പൊ എന്തിനാ പോലീസ് കൊണ്ടായതെന്ന് മനസ്സിലായിട്ടില്ല. ശ്യാമ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അമൃതയ്ക്കും, ശ്യാമേ എന്താ ഇതൊക്കെ? ശ്യാമ പറയും, എന്റെ കൃഷ്ണൻ എന്ത് ചെയ്യുന്നേ, അവരെന്നെ വെല്ലുവിളിച്ചതല്ലേ, കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ശ്യാമയ്ക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് ഐശ്വര്യ എടുത്തി അറിയട്ടെ. ഇതൊക്കെ കേട്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഐശ്വര്യയുടെ മമ്മിക്കും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ അവിടുന്ന് നൈസായിട്ട് പോവാ. അപ്പോഴും അമൃത, ശ്യാമേ എന്താ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായി മറുപടി ഒന്നും പറയുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പോലീസുകാര് ഐശ്വര്യയെ കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. ഐശ്വര്യ ഇങ്ങനെ ചുറ്റും നോക്കുക, ഇതിപ്പോ എന്താ ഇവിടെ ഇറങ്ങ് എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് ഇറക്കി രജിസ്റ്റർ ഓഫീസിലേക്ക് കയറുമ്പോ ഐശ്വര്യക്കും എന്താ ഇവിടെ, എന്തിനിവിടെ വന്നത്? പോലീസ് പറയും, ഇതാണ് രജിസ്റ്റർ ഓഫീസ്, ഇവിടുന്നല്ലേ പ്രമാണം രജിസ്റ്റർ ചെയ്തത്? ഐശ്വര്യ പറയും, ആര് പറഞ്ഞു ഈ ഓഫീസ് അല്ല? പോലീസ് വയ്ക്കും, ഈ ഓഫീസ് അല്ലെന്നോ? സത്യമായിട്ടും അല്ല. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണോ ശ്യാമ പ്രമാണത്തിൽ ഒപ്പുവെച്ചത്? ഐശ്വര്യ പറയും, അല്ല, ഇത് മറ്റൊരു രജിസ്റ്റർ ഓഫീസാണ്. പോലീസ് പറയും, വെറുതെ കള്ളം പറയരുത്. അപ്പോഴും ഐശ്വര്യ പറയും, സത്യ പറയുന്നത്. ഈ സമയം രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുമ്പോ മാഡം ചോദിക്കും, സാറേ, ഇവിടെ 2 ദിവസം മുമ്പ് ശ്യാമ ഐശ്വര്യയുടെ പേരിലെ കോടിക്കണക്കിന് രൂപയുടെ പ്രമാണം രജിസ്റ്റർ ചെയ്തോ? ആലോചിക്കും, ഏത് ശ്യാമ? മാഡം പറയും, ഗായിക ശ്യാമ. ഗായിക ശ്യാമ അറിയാം, പക്ഷെ ഇവിടെ ശ്യാമ വന്നിട്ടുമില്ല, അങ്ങനെ ഒരു പ്രമാണം നടന്നിട്ടുമില്ല. ഐശ്വര്യ പറയും, ഞാൻ പറഞ്ഞില്ലേ, ഇതല്ല സ്ഥലം, അപ്പുറത്തുള്ള മറ്റൊരു രജിസ്റ്റർ ഓഫീസാണ്. ഇത് കേൾക്കുമ്പോ തന്നെ അയാൾ ചിരിക്കുക, അപ്പുറത്ത് മറ്റൊരു രജിസ്റ്റർ ഓഫീസോ? ഇവിടെ അടുത്തൊന്നും മറ്റൊരു രജിസ്റ്റർ ഓഫീസ് ഇല്ല, അത് അനുവദിക്കേയില്ല. ഐശ്വര്യ പറയും, മാഡം ഇയാൾ കള്ളം പറയണേ, കുറച്ചപ്പുറത്ത് ആ ബാങ്കിനടുത്തൊരു രജിസ്റ്റർ ഓഫീസ് ഉണ്ട്. ഇത് കേൾക്കുമ്പോ അയാൾ ഒന്നുകൂടെ ചിരിക്കണേ. ഐശ്വര്യക്ക് ദേഷ്യം വരും, താൻ എന്തിനാടോ കളിയാക്കി ചിരിക്കുന്നേ? മാഡം വാ, ഞാൻ കാണിച്ചു തരാം. മാഡം വാ മാഡം, ഇവിടെ തൊട്ടടുത്താ എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് അവര് പോലീസ് സ്റ്റേഷനിലെ ഐശ്വര്യ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവാ. അങ്ങനെ ആ ഓഫീസിലെത്തുമ്പോ ഐശ്വര്യ പറയും, ദാ ഇതാണ്, ഇത് തന്നെയാ ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസ്, വാ മാഡം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ അകത്ത് കയറുന്ന ഐശ്വര്യ ആകെ ഞെട്ടിപ്പോവാ. കാരണം അവിടെ അന്ന് കണ്ട പോലെയല്ല. അന്ന് ഉണ്ടായിരുന്ന മേശയോ ടേബിളോ ചെയറോ രജിസ്ട്രാറോ അവിടെ ഭിത്തിയിലുണ്ടായിരുന്ന ഫോട്ടോസോ അങ്ങനെ ഒന്നും തന്നെ അവിടെ ഇല്ല. ആകെ ശൂന്യായിരിക്കുന്നു. ഐശ്വര്യ ആകെ പേടിക്കും. ഒരു ഭ്രാന്തിയെ പോലെ ഇങ്ങനെ ചുറ്റിലും നോക്കുക. മാഡം ശരിക്കും ഇവിടെയായിരുന്നു രജിസ്റ്റർ ഓഫീസ്, ദാ ഇവിടെ ഈ ബിൽഡിംഗിൽ തന്നെ, സംശയമില്ല. ദാ ഇവിടെയാണ് രജിസ്ട്രാർ ഇരുന്നത്, ശ്യാമ അഗ്രിമെന്റ് സൈൻ ചെയ്തതും ഇവിടെ വെച്ചാണ്. ഇതിപ്പോ എന്താ പറ്റിയത് മനസ്സിലാവുന്നില്ല, അവരൊക്കെ എവിടെ പോയി? മാഡത്തിന് ഇതൊക്കെ കേട്ട് ദേഷ്യം വരിക. ഞങ്ങളോടാണോ ചോദിക്കുന്നേ? അപ്പൊ മറ്റൊരു പോലീസുകാരൻ പറയും, മാഡം ഈ ബിൽഡിംഗ് 5-6 വർഷമായിട്ട് ആരും ഉപയോഗിക്കാതെ കിടക്കുക. ഐശ്വര്യ കേട്ട് ഞെട്ട, കള്ളം പറയരുത്, ഇത് തന്നെയാ സ്ഥലം. മാഡം പറയും, മതി മതി, ബാക്കിയൊക്കെ സ്റ്റേഷനിൽ പോയിട്ട്. ഐശ്വര്യ എപ്പോഴും പറയും, മാഡം വിശ്വസിക്കേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. വായ അടക്കി വെച്ചോ, ഇനി കൂടുതൽ സംസാരിച്ചാലേ നിന്നെ കൊണ്ടുപോകുന്നത് മെന്റൽ ഹോസ്പിറ്റലിലേക്കായിരിക്കും. അയ്യോ മാഡം ഞാൻ. എസ് ഐ മാഡം പറയും, ഐശ്വര്യ മാഡം ആകെ മൊത്തം ഉടായിപ്പാണല്ലോ. അല്ല മാഡം, ഞാൻ പറയുന്നത് സത്യ എന്ന് പറയുന്ന ശേഷം വീണ്ടും അവിടെ ഇങ്ങനെ നോക്കി. ശരിക്കും ഇപ്പൊ ഒരു ഭ്രാന്ത് വന്ന അവസ്ഥയിലായിട്ടുണ്ട് ഐശ്വര്യ. അങ്ങനെ മാഡം പറയും, പിടിക്കവളെ. ഐശ്വര്യ പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഐശ്വര്യ പിച്ചും വെയ്യും പറഞ്ഞുകൊണ്ടാണ് അവരുടെ കൂടെ പോകുന്നത്, അല്ല അവര് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്. ഇതേ സമയം ആനന്ദ നിലയത്തിലെ ആർക്കും തന്നെ ഒന്നും മനസ്സിലായില്ല. അവരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണേ. വസുന്ധര പറയും, ഞങ്ങൾ എപ്പോഴേ വീട് വിട്ടു പോയനെ, നീ എന്തിനാ ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ശ്യാമ പറയും, അമ്മേ കുറച്ച് സമയം കൂടെ ക്ഷമിക്കണം, ഒരു കാര്യമുണ്ട്, അത് കുറച്ച് കഴിഞ്ഞറിയാം. അപ്പോഴും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോഴേക്കും കോള് വരുമ്പോ ശ്യാമ ഇതാ എസ് ഐ വിളിക്കണേ, ഞാൻ ഈ ഫോൺ കോള് ലൗഡ് സ്പീക്കറിലിടാം. മാഡം പറയൂ. മാഡം പറയും, മാഡം പറഞ്ഞ പരാതി അന്വേഷിച്ചു, ഐശ്വര്യ കള്ളപ്രമാണം ഉണ്ടാക്കി എല്ലാവരെയും പറ്റിച്ചതാ. ഇത് കേൾക്കുന്ന എല്ലാവരും അവിടെ ഞെട്ടിപ്പോവാണ്. ആർക്കും തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തു പറ്റി, എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് എല്ലാരും പരസ്പരം നോക്കുക. അങ്ങനെ പോലീസ് പറയും, രജിസ്റ്റർ ഓഫീസിലെ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ തന്നെ നടന്നിട്ടില്ല. ശ്യാമ പറയും, എന്തായാലും കേസ് അന്വേഷിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെട്ടല്ലോ, താങ്ക് യു മാഡം. മാഡം പറയും, ഐശ്വര്യയും സുരഭിയും എന്റെ കസ്റ്റഡിയിലാ, ഇനി അടുത്തൊന്നും പുറത്തിറങ്ങില്ല. കോടികളുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമം, ചീറ്റിംഗ് കേസാണ്. ശ്യാമ പറയും, താങ്ക് യു മാഡം എന്ന് പറഞ്ഞ് കോള് കേട്ടയാ. ഇപ്പോ അഖിലിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ആദ്യക്കും, ശ്യാമേ ഞങ്ങൾക്ക് ഈ നടന്നതൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛനും ചോദിക്കും, എന്താ ശ്യാമ ഇതൊക്കെ? ശ്യാമ പറയും, ഐശ്വര്യടുത്ത് എല്ലാത്തിനും വളഞ്ഞ വഴിയല്ലേ കാണുന്നത്, ഞാനും ഒരു വളഞ്ഞ വഴി ചെയ്തു, അല്ലാതെ നേരായ രീതിയിൽ ഐശ്വര്യടുത്തിയുടെ മുമ്പില് പറ്റില്ലെന്ന് തോന്നി. അപ്പോഴും അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ
ശ്യാമ പറയണേ സ്വത്ത് കൊടുക്കാന്ന് ഞാൻ സമ്മതിച്ചു. അതിനുവേണ്ടി ചിലരുടെ സഹായത്തോടു കൂടി ഒരു രജിസ്റ്റർ ഓഫീസ് ഞാൻ സെറ്റ് ചെയ്തു. അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ അത് യഥാർത്ഥ രജിസ്റ്റർ ഓഫീസാണെന്ന് ഐശ്വര്യടുത്തി തെറ്റിദ്ധരിച്ചു. അവിടെ ഞാൻ ഏർപ്പാടാക്കിയ രജിസ്ട്രാർ ആണെന്ന് തോന്നുന്ന ആളുടെ മുന്നിൽ വെച്ച് ഞാൻ ആ അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു. ഇപ്പൊ പോലീസ് ഐശ്വര്യടുത്തിയുമായിട്ട് അവിടെ എത്തി. ഇപ്പൊ അവിടെ ആ ബിൽഡിങ് വേറൊരു ഒഴിഞ്ഞ കെട്ടിടം മാത്രമാ. എനിക്കാണ് ചെയ്തതെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതവും നല്ല സന്തോഷവും. അമൃത പറയും, ഇത് അത്ഭുതമായിട്ടുണ്ടല്ലോ ശ്യാമേ. ശ്യാമ പറയും, അവരെന്റെ കണ്ണിനെ വെല്ലുവിളിച്ചതല്ലേ. അപ്പൊ അമ്മയും മോളും സ്റ്റേഷനിൽ കിടന്ന് അനുഭവിക്കട്ടെ. പിന്നെ ആദ്യമായിട്ടാ നമ്മുടെ ഓഫീസിലെ ഐശ്വര്യടുത്തി പിരിച്ചുവിട്ട സ്റ്റാഫിനോടൊക്കെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. നാളെ മുതല് അവർ ജോലിക്ക് വന്നു തുടങ്ങും. ആദ്യം പറയും, മോളെന്നെ ആകെ കൺഫ്യൂഷനിലാക്കി. വസുന്ധരയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല, കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അരുണും പറയും, ഞാനും വെറുതെ ശ്യാമയെ സംശയിച്ചു. ശ്യാമ പറയും, ഏട്ടാ സ്വന്തം ഏട്ടനാവുമ്പോ ഏതനുജത്തെയും ക്ഷമിക്കണം, സാരമില്ല. സുന്ദരമ്മയോട് പറയും, അമ്മേ ഇതെന്റെ ഇഷ്ടത്തിന് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. ഇതിപ്പോഴും അമ്മയുടെയും അച്ഛന്റെയും പേര് തന്നെയാ. സുന്ദര ഇങ്ങനെ സങ്കടത്തിൽ കരയാ. സന്തോഷം കൊണ്ടാണേ. അമ്മ കരയാണോ? ഒന്നും പറയാൻ കഴിയുന്നില്ല. ശ്യാമയുടെ കൈ മുറുകെ പിടിക്കുമ്പോ ശ്യാമ, എന്താ അമ്മ ഇത്, കരയല്ലേ എന്ന് പറഞ്ഞ് കവിളിൽ കൈവെക്ക. എന്റെ മോളെ എല്ലാവരുടെയും നല്ലതിനു വേണ്ടി എന്റെ മോള് ചെയ്തിട്ടും ഞാൻ എന്റെ മോളെ തെറ്റിദ്ധരിച്ചു. സോറി മോളെ, സോറി എന്നിങ്ങനെ കരഞ്ഞോണ്ട് പറയുമ്പോ ശ്യാമ പറയും, എന്താ അമ്മേ, അമ്മ എന്നോട് മാപ്പ് പറയേ. അത് പാടില്ല. അമ്മ കണ്ണു തുറച്ചേ. ഇന്നേ സന്തോഷമുള്ള ദിവസാ. അരുണേട്ടനും അശ്വതി ചേച്ചിക്കും എല്ലാവർക്കും സന്തോഷമുള്ള ദിവസം. അമ്മ കരയരുത് എന്ന് പറയുമ്പോ വസുന്ധര കരച്ചിലൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് ശ്യാമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്ക. എന്നിട്ട് പറയും, നീ ഈ കുടുംബത്തിന്റെ നന്മയാണ് മോളെ. ഇങ്ങനെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്ക. ശ്യാമ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്ക. നിന്നോട് ഞാൻ എങ്ങനെയാ കണ്ണാ നന്ദി പറയാ, എല്ലാം ശുഭമാക്കി തന്നു എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥനയിലാണ് ശ്യാമ. ശേഷം പിന്നീട് എല്ലാവരും കൂടെ ഹാളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോ അമൃത അങ്ങോട്ട് സ്വീറ്റ്സ് കൊണ്ടുവരാ. വസുന്ധര പറയും, നീ അത് അശ്വതിയുടെ കയ്യിലേക്ക് കൊടുക്കേ. അശ്വതിക്ക് വാങ്ങിക്കാനൊരു മടിയുണ്ട്, എന്നാലും വാങ്ങിക്കും. അപ്പോഴേക്കും ശ്യാമ അങ്ങോട്ട് വരിക. ആദ്യം ശ്യാമയ്ക്ക് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ശ്യാമ പറയും, എനിക്കല്ല, ആദ്യം അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം. അച്ഛൻ പറയും, അല്ല ശ്യാമയ്ക്ക് തന്നെ കൊടുക്കണം. കൊടുക്കുമോളെ. വസുന്ധരാമയും പറയും, വാങ്ങിക്കുമോളെ. ശ്യാമ അഖിലിനെയൊക്കെ നോക്ക. അഖിലും പറയും, വാങ്ങിച്ചോടോ. അങ്ങനെ ശ്യാമ അതിന്നൊരു ഇത്തിരി ലഡു എടുത്തിട്ട് കഴിക്കണേ. എല്ലാവരും കൈയടിച്ച് എല്ലാവരുടെയും സന്തോഷം അറിയിക്കുക. വസുന്ധരാമ പറയും, അശ്വതി എന്താ നോക്കി നിൽക്കുന്നേ, ചെന്ന് എല്ലാവർക്കും മധുരം കൊടുക്ക്. അങ്ങനെ എല്ലാവർക്കും കൊടുക്കുമ്പോ എല്ലാരും സന്തോഷത്തിലാവാ. വസുന്ധര പറയും, ഇനി ആ പാത്രം അമൃതയ്ക്ക് കൊടുത്തിട്ട് അവിടെ ചെന്ന് നിൽക്ക്. അരുണിന്റെ അടുത്ത് പോയി നിൽക്കാനാ പറയുന്നത്. അശ്വതിക്ക് നല്ല ചമ്മലുണ്ട്, പോകുന്നില്ല. അഖില് പറയും, ചേച്ചി വന്നേ, വാ, അവിടെ നിന്നാ പറ്റത്തില്ല, ഇങ്ങ് വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് അരുണിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തുക. എന്നിട്ട് അഖില് ശ്യാമയുടെ അടുത്ത് പോയി നിൽക്കും. അമ്മ പറയും, ഇനി ഏറ്റവും അടുത്ത നല്ല മുഹൂർത്തത്തിലെ അരുണിന്റെയും അശ്വതിയുടെയും വിവാഹം. എല്ലാരും എന്തു പറയുന്നു? അവർക്കങ്ങ് നാണം വരിക. എല്ലാവർക്കും സന്തോഷം. ആദ്യക്കും കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണോ ക്ഷേത്രത്തിൽ വെച്ച് വേണോ, എവിടെയാണെങ്കിലും ഫുൾ ചുമതല ഞാനും അഗി ഏറ്റവും, അല്ലേടാ? അഗി പറയും, അത് നല്ലതാ, വിവാഹം ഗ്രാൻഡ് ആവും, സമ്മതിച്ചു. ശ്രീകുട്ടിക്കും മുത്തശ്ശി, അപ്പോ അരുണാങ്കിളിന്റെയും അമ്മയുടെയും വിവാഹം ഫിക്സ് ചെയ്തല്ലേ? സുന്ദരം പറയും, മോള് ഹാപ്പി അല്ലേ? പിന്നെ എനിക്ക് എന്ത് സന്തോഷാന്നോ. അങ്ങനെ എല്ലാരും സന്തോഷത്തിൽ നിൽക്കുമ്പോ ശ്രീകുട്ടിക്കും മുത്തശ്ശി എനിക്കൊരു വാക്ക് തന്നിരുന്നു, മറന്നുപോയോ? എന്ത്? അപ്പൊ എല്ലാരും പരസ്പരം നോക്ക എന്താന്ന് വിചാരിച്ചിട്ട്. വിവാഹം ഫിക്സ് ചെയ്താൽ അരുണാങ്കിളിനെ അച്ഛന്ന് വിളിക്കാൻ സമ്മതിക്കാന്നാ മുത്തശ്ശി പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞോ? പറഞ്ഞു. ഞാൻ അരുണാങ്കിളിനെ അച്ഛന്ന് വിളിച്ചോട്ടെ. എന്റെ മോൻ അരുൺ ശ്രീകുട്ടി മോളുടെ അച്ഛനാണ്. ശ്രീകുട്ടിക്കും, മുത്തശ്ശി എന്താ പറഞ്ഞേ? അരുണാങ്കിൾ എന്റെ അച്ഛനാണെന്നോ? ശരിക്കും എന്റെ അച്ഛനാ? അതെ മോളെ, ശ്രീകുട്ടി മോളുടെ അച്ഛൻ ഇതാണ്. അത് കേൾക്കുമ്പോ ശ്രീകുട്ടി അരുണിന്റെ അടുത്തേക്ക് ചെല്ല. അരുണ് ശ്രീകുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിക്ക. സത്യാണോ? എന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോ അരുണ് സന്തോഷത്തിലും കണ്ണൊക്കെ നിറയുന്നുണ്ട്. കെട്ടിപ്പിടിക്കാണ് മോളെ. അതെ മോളെ, അച്ഛൻ ഞാനാ, മോളുടെ അച്ഛൻ. ശ്രീകുട്ടി കണ്ണ് നിറഞ്ഞ് അച്ഛന്ന് വിളിക്കാ. ഇത് കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണ് നിറയാ. ശ്രീകുട്ടി, ഞാനാ നിന്റെ അച്ഛൻ, നീ എന്റെ മോളാ. മോള് അച്ഛനൊന്ന് വിളിക്കും മോളെ. അച്ഛാ എന്ന് വിളിക്കുമ്പോ അരുൺ കെട്ടിപ്പിടിച്ച് നെറ്റിയിലും കവിളിലൊക്കെ കൊടുക്കും. അശ്വതിക്കും ഇത് കാണുമ്പോ ഭയങ്കര സന്തോഷമാവും. അശ്വതിയും കരയാ. അങ്ങനെ അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് അച്ഛനും മോളും നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാ ഈ എപ്പിസോഡ് കഴിയുന്നത്. പിന്നീട് ഇതിന്റെ അടുത്ത ഭാഗമാണ് കാണിക്കുന്നത്. ആ പ്രൊമോയില് കുറെ മാസങ്ങൾക്ക് ശേഷം തോന്നണോ ശ്യാമയ്ക്കിപ്പോ കുറച്ചുകൂടെ വയറൊക്കെ വന്നിട്ടുണ്ട്. അവിടെ മുകളിൽ എന്തോ ആലോചിച്ച് നിൽക്കണേ. അമൃത കിച്ചൺ ജോലിയൊക്കെ കഴിഞ്ഞ് പോവാ. ഈ സമയം ഐശ്വര്യ ജയിലിലാണെങ്കിലും എങ്ങനെയോ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. നേരെ ആനന്ദ നിലയത്തിലേക്കാ വരുന്നത്. അമൃതയും ആരും തന്നെ കാണാതെ അകത്ത് കയറുകയാണ്. അങ്ങനെ മുകളിലെത്തുമ്പോണ്ടാവും ശ്യാമ അവിടെ നിൽക്കുന്നത്. ശ്യാമ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് കാരണം ഐശ്വര്യയെ കണ്ടിട്ടില്ല. ദുഷ്ട മനസ്സുള്ള ഐശ്വര്യ ശ്യാമയെ മുകളിൽ നിന്ന് താഴേക്ക് ഉന്തിയിടുക.
ഒരൊറ്റ തള്ളു തള്ളും. അങ്ങനെ ശ്യാമ ആ നിറവേറോടുകൂടി ഉരുണ്ടുരുണ്ട് താഴേക്ക് വീഴണേ. അതുകൊണ്ടിങ്ങനെ അട്ടാസ്റ്റിച്ചിരിക്കുന്ന ഐശ്വര്യയൊക്കെ കാണിച്ചുകൊണ്ട് ഈ പ്രമോ അവസാനിക്കുന്നത്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തിലുള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്